നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ സോഷ്യൽ മീഡിയ കത്തുന്നു. ആ പെരുംകോഴിയെ പാലക്കാട് നിന്ന് പിടിച്ചുകെട്ടി പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്നത് നന്നായി എന്നാണ് ചിലർ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ് എന്ന് ചോദിക്കുന്നവരുമേറെ. രാഹുലിന് ഇതുവരെ സമൂഹ മാധ്യമങ്ങളിൽ അനുകൂലിച്ചു കൊണ്ടിരുന്നവർ ഇപ്പോൾ പരിഭ്രാന്തിയിലാണ്. രാഹുലിനെ രാഷ്ട്രീയമായി ഭരണകൂടം വേട്ടയാടുന്നു എന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഇപ്പോൾ മൂന്നാം അറസ്റ്റ്. 3 പരാതികൾക്ക് പിന്നിലുള്ളതും ഒരേ ആരോപണങ്ങൾ. അയാളെക്കുറിച്ച് 3 പരാതിക്കാർക്കും പറയാനുള്ളത് ഒരേ കഥ. ആദ്യ പരാതിയിലും മൂന്നാമത് പരാതിയിലുമുള്ള യുവതികൾ പരാതിയിൽ മാത്രമല്ല അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലും വ്യക്തമാക്കുന്നത് ദാമ്പത്യബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ തങ്ങൾ രാഹുലിനെ സമീപിച്ചുവെന്ന്. സമൂഹ മാധ്യമത്തിലൂടെയാണ് ഈ 2 യുവതികളും രാഹുലുമായി ബന്ധപ്പെടുന്നത്. രണ്ടാമത്തെ യുവതി വിവാഹിതയല്ല. ആ യുവതിയും രാഹുലിനെ പരിചയപ്പെടുന്നത് സമൂഹ മാധ്യമത്തിലൂടെ. ഇവിടെ ചിലർ ചോദിക്കുന്നു, ഇത്തരം ആക്രമണങ്ങൾ തുറന്നു പറയാത്ത എത്രയോ പെൺകുട്ടികൾ നമുക്കിടയിലുണ്ടാകുമെന്ന്. ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് രാഹുലിനെ തേടി ദാമ്പത്യബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന സ്ത്രീകൾ എത്തുന്നു. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വൈരുദ്ധ്യം തോന്നാം. എങ്കിലും തൽക്കാലം ആ വൈരുദ്ധ്യം മറക്കാം. പൊതുപ്രവർത്തകനായതുകൊണ്ട് നേരിൽ കാണാൻ ഒരു പ്രൈവസി വേണമെന്ന് ഈ 2 യുവതികളോടും രാഹുൽ പറയുന്നു. ഇവിടെയാണ് ആദ്യ സംശയം നമുക്ക് തോന്നുക. ഒരു പൊതുപ്രവർത്തകനെ നിങ്ങൾ സമീപിക്കുമ്പോൾ പരസ്യമായി തന്നെയല്ലേ അയാളെ കണ്ടുമുട്ടേണ്ടത്? അതല്ലാതെ ഒരു ഹോട്ടൽ മുറിയിൽ നിങ്ങൾ തന്നെ റൂമെടുത്ത് അയാൾക്ക് വേണ്ടി തികച്ചും പ്രൈവസി ഒരുക്കി കാത്തിരിക്കുക. അതാണ് മൂന്നാം പരാതിയെ വ്യത്യസ്തമാക്കുന്നത്. ആദ്യ പരാതിക്കാരി രാഹുലുമായി സംസാരിക്കാനുള്ള വേദി തിരഞ്ഞെടുത്തത് തൻ്റെ സ്വന്തം ഫ്ലാറ്റ് തന്നെ. എന്നാൽ മൂന്നാം പരാതിക്കാരി ഒരു ഹോട്ടൽ മുറിയെടുത്ത് അവിടെ രാഹുലിനു വേണ്ടി കാത്തിരിക്കുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ഒന്നും സംസാരിക്കാതെ തൻ്റെ ദേഹത്തിലേക്ക് ചാടി വീണുവെന്നാണ് 1ഉം 3ഉം പരാതിക്കാരികൾ പറയുന്നത്. ഇത് ശരിയെങ്കിൽ എത്രയോ ക്രൂരനായ സ്ത്രീവേട്ടക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് സത്യമെങ്കിൽ പിന്നീട് എന്തിനാണ് ഈ 1ഉം 3ഉം യുവതികൾ അയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത്? ദാമ്പത്യബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ടല്ലേ ഈ സ്ത്രീകൾ രാഹുലിനെ തേടിയെത്തുന്നത്? പിന്നീട് രാഹുൽ അതിനേക്കാൾ വലിയ മനോവൈകൃതം പ്രകടിപ്പിക്കുമ്പോൾ അയാളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുക, ലൈംഗികമായി ഉപയോഗിക്കുക, മുഖത്തടിക്കുക, മുഖത്തു തുപ്പുക, ശരീരമാകെ ആക്രമിക്കുക. എത്ര വലിയ മാനസിക വിഭ്രാന്തിയുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടമെന്ന് നമ്മൾ പോലും ഭയന്നു പോകുന്നു. യുവതികളെ നിർബന്ധിച്ച് ഗർഭിണിയാക്കുക, അതിനുശേഷം ഗർഭചിത്രത്തിന് വിധേയമാക്കുക. ഈ മനോവൈകൃതം സത്യമാണെങ്കിൽ രാഹുൽ എന്ന പെൺവേട്ടക്കാരനെ കൃത്യമായി ചികിത്സിച്ചിരിക്കണം. ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഇറക്കി വെക്കാൻ കഴിയാത്ത ഒരു വലിയ ട്രോമ പെൺകുട്ടികൾക്ക് സമ്മാനിക്കാൻ അയാൾ ശ്രമിക്കുന്നുവെന്നാണ് ഈ യുവതികൾ പറയുന്നത്. ഒരു യുവതിയിൽ നിന്ന് അടുത്ത യുവതിയിലേക്ക് വീണ്ടും ഇരകളെ തേടിയുള്ള അയാളുടെ പ്രയാണം. ആദ്യ 2 പരാതിയും ഒരിടുത്തി പോലെയാണ് കേരളത്തിന്റെ നെഞ്ചകത്തേക്ക് വന്ന് പൊട്ടി വീണത്. എന്നാൽ ആ ബോംബുകൾക്ക് പിന്നിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് കോടതിയും സമൂഹവും തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആനുകൂല്യം നിഷ്പ്രയാസം നേടിയെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു. പിന്നീടാണ് 3ആം പരാതി എന്ന ബോംബ് പൊട്ടുന്നത്. ഈ പരാതി ഇന്ന് കേരളം ഇളക്കി മറിക്കുന്നുവെങ്കിൽ അതിലപ്പുറം ഞെട്ടേണ്ട പല വസ്തുതകളുമില്ലേ ഈ പരാതിയിലും. വിദേശത്തുള്ള ഒരു യുവതി ഭർത്താവുമായി പ്രശ്നങ്ങളുണ്ടായി എന്ന പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ബന്ധപ്പെടുന്നു. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിചിത്രമെന്ന് തോന്നാം. ഭർത്താവുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ യുവതികൾ ആദ്യം ചെയ്യുന്നത് സ്വന്തം വീട്ടുകാരോട് തുറന്നു പറയുക, അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരോട് ഈ പ്രശ്നം അവതരിപ്പിക്കുക. ഇനി അതുമല്ല, ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവങ്ങളാണെങ്കിൽ നിയമ സംവിധാനങ്ങളെ സമീപിക്കുക. അതൊന്നുമല്ലാതെ ഒരു യുവ നേതാവിനെ സമീപിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? വിവാഹിതരായ സ്ത്രീകൾ രാഹുലിനെ കൂട്ടത്തോടെ തേടിച്ചെല്ലുന്നു എന്ന പച്ച യാഥാർത്ഥ്യമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രാഹുൽ എന്ന പെൺവേട്ടക്കാരൻ ഇവിടെ തെറ്റുപറ്റി. അയാൾ തന്നിലേക്ക് ആകർഷിക്കപ്പെടുന്ന പെൺകുട്ടികളെ നിർദ്ദയമായി ചൂഷണം ചെയ്തു എന്ന് അയാൾ തന്നെ സമ്മതിക്കുന്നു. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ചൂഷണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ മറുവശത്ത് വിവാഹിതരായ സ്ത്രീകൾ എന്തിനാണ് രാഹുലിനെ തേടിയെത്തുന്നത് എന്ന ചോദ്യം സ്വാഭാവികമാണ്. അത് സമൂഹമുയർത്തും, മറുവശത്ത് കോടതി ഉയർത്തും. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം നിയമപരമായി തെറ്റല്ലാത്തിടത്തോളം കാലം രാഹുൽ എത്രമാത്രം ബലാത്സംഗം ചെയ്തുവെന്ന ചോദ്യം അവിടെ നിയമ സംവിധാനങ്ങൾ ഉയർത്തും. അവിടെയാണ് ഇത്തരം അതിജീവിതകൾ തകർന്നടിയുന്നത്. വിവാഹിതരായ സ്ത്രീകളിൽ ചിലരെങ്കിലും ബാഹ്യബന്ധം ആഗ്രഹിക്കാറുണ്ട്. പൊതുവെ അത്തരം സ്ത്രീകൾ സമീപിക്കാറുള്ളത് വലിയ പോലീസ് ഉദ്യോഗസ്ഥരെയോ രാഷ്ട്രീയ നേതാക്കളെയോ മറ്റ് സ്ഥലത്തെ പ്രമുഖ വ്യക്തികളെയൊക്കെയാണ്. അതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സമീപിച്ചാൽ
മറ്റെല്ലാ കാര്യങ്ങളിലും ഒരു സുരക്ഷയുണ്ടാകുമെന്ന് ഈ സ്ത്രീകൾ കരുതും. രാഷ്ട്രീയ നേതാക്കളുടെ കാര്യത്തിലും സമാനമായ ധാരണയാണ് മിക്ക സ്ത്രീകൾക്കും. അതുകൊണ്ട് തന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും ഭരണരംഗത്തുള്ളവരുമൊക്കെ ജാഗ്രത പുലർത്തിയാൽ അവർക്ക് നല്ലത്. സ്വഭാവ വൈകല്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും ഇത്തരം വൈകൃതങ്ങളിൽ വശംവദരാകാറുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ദാമ്പത്യ പ്രശ്നത്തിൽ ഇടപെട്ട് യുവതിയുമായി അടുത്തു. പിന്നീട് യുവതിയെ മർദ്ദിച്ചുവെന്ന പേരിൽ ആ ഭർത്താവിനെ പിടിച്ച് ജയിലിലിട്ട് 4 എണ്ണം പൂശി. അതിൻ്റെ പേരിൽ അയാൾ അനുഭവിക്കാത്ത ശിക്ഷകളില്ല. ഇത്തരം ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ ആദ്യ പരാതിക്കാരി ഭർത്താവിൽ നിന്ന് അകന്നതിന് ശേഷമാണ് രാഹുലിനെ സമീപിച്ചതെന്നൊക്കെ പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ അവരുടെ ഭർത്താവ് പിന്നീട് തുറന്നു പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടമാണ് തങ്ങളുടെ ദാമ്പത്യം തകർത്തതെന്ന്. രാഹുലുമായുള്ള ബന്ധം തങ്ങളുടെ ദാമ്പത്യം തകരാൻ ഇടവന്നു എന്നാണ് ഭർത്താവ് വിശദീകരിച്ചത്. ഒരു ദാമ്പത്യ ബന്ധത്തിൽ തുടരുമ്പോൾ മറ്റൊരാളുമായി ബന്ധത്തിലേർപ്പെടുന്നു. പിന്നീട് അത് ദാമ്പത്യ ബന്ധം കലുഷിതമാക്കുമ്പോൾ അയാളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള താല്പര്യം സ്ത്രീകളിൽ ശക്തമാകുന്നു. ഇത് വലിയ പ്രതിസന്ധികൾക്കിടവരുത്തും. ഇതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടം കേസിലും നിഴലിക്കുന്നത്. ആദ്യ പരാതിക്കാരിയും 3ാം പരാതിക്കാരിയും തങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിലെ തകർച്ചയിൽ നിന്ന് രക്ഷ തേടാൻ കണ്ടെത്തിയത് രാഹുൽ മാങ്കൂട്ടം എന്ന ഈ വിചിത്ര കഥാപാത്രത്തെ. ഇതിനേക്കാൾ ക്രൂരമായ ബലാത്സംഗ പരാതികൾ കേരളത്തിൽ ഉയർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വേടന്റെ കാര്യത്തിലൊക്കെ നമുക്കത് കാണാം. എന്നാൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലെ ഒരു ഉയർന്ന യുവനേതാവായിരുന്നു. കോൺഗ്രസിന്റെ വരുംകാല തലമുറയുടെ മുഖം. വൃദ്ധ നേതൃത്വത്തിന് പകരം വയ്ക്കാൻ കേരളത്തിന്റെ യുവജനത കണ്ടെത്തിയ ഒരു ഊർജ്ജസ്വലമായ മുഖം. അയാളെ തകർക്കുക രാഷ്ട്രീയ ലക്ഷ്യം കൂടിയായിരുന്നു ഇടതുപക്ഷത്തിന്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനും ഭരണകൂടത്തിനുമൊക്കെ വീണ് കിട്ടിയ ഒരു വടി. പ്രത്യേകിച്ച് ശബരിമല കൊള്ളക്കാലത്ത് ആദ്യ 2 പരാതിയിലുമുള്ള ഒരുപാട് ലൂപ്പ് ഹോളുകൾ. അതുകൊണ്ട് തന്നെ അത് കോടതിയിൽ നിലനിൽക്കില്ല എന്ന് രാഹുൽ ടീം തിരിച്ചറിഞ്ഞിരുന്നു. സൂക്ഷ്മതയോടെ തയ്യാറാക്കിയ 3ാം പരാതിയിൽ വ്യക്തമാണ് അതിക്രൂര ബലാത്സംഗത്തിനാണ് പ്രാധാന്യം. എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി എന്ന കഥ കൂടി അവിടെ ചേർക്കപ്പെട്ടപ്പോൾ ഏറെ വൈരുദ്ധ്യങ്ങളുണ്ട് ഈ പരാതിക്കും. ഒരു യുവതി തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു യുവാവിന് വേണ്ടി ഒറ്റയ്ക്ക് മുറിയെടുത്ത് കാത്തിരിക്കുന്നു. ആ മുറിയിലേക്ക് കടന്നു വന്ന രാഹുൽ അവളെ കടന്നുപിടിച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. അവളുടെ മുഖത്ത് തുപ്പുന്നു, ദേഹത്ത് മാന്തി പൊളിക്കുന്നു. എന്നിട്ടും അയാളെ വിവാഹം ചെയ്യാനായി യുവതി ആഗ്രഹിച്ചുവെന്നാണ് ഇപ്പോൾ പരാതിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ യുവതിയെ അയാൾ ഗർഭിണിയാക്കി പിന്നീട് അലസ്യ ഗർഭത്തിന്റെ ഭ്രൂണം അവൾ സൂക്ഷിച്ചു വെച്ചു. ആ യുവതിയെ സാമ്പത്തികമായും ലൈംഗികമായും അതിക്രൂരമായി ചൂഷണം ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. എന്നിട്ടും വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിൻവാങ്ങിയതാണ് പരാതിക്കാരിയെ പ്രകോപിതയാക്കിയത്. ഇതിലും വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് അംഗീകരിക്കുന്നു. എന്നാൽ അതിലപ്പുറം രാഹുലിന്റെ തെറ്റുകൾ ഇവിടെ നീതീകരിക്കാനാവില്ല. വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായ ഘട്ടത്തിലാണ് രാഹുൽ സൗഹൃദം സ്ഥാപിച്ചത് എന്ന് യുവതി പറയുന്നു. സാമൂഹിക മാധ്യമം വഴി ചാറ്റിംഗ് പതിവായി. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടാം എന്ന് രാഹുൽ വാഗ്ദാനം ചെയ്തുവെന്ന്. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തിനാണ് രാഹുലിനെ കാണാൻ ഒറ്റയ്ക്കൊരു ഹോട്ടൽ മുറിയിലെത്തിയത്? തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ആ ഗർഭത്തെ രാഹുൽ സംശയിച്ചുവെന്നൊക്കെ യുവതി പരാതിയിൽ പറയുന്നു. രാഹുൽ ഇത്ര വലിയ ഒരു മാനസിക വിഭ്രാന്തിക്ക് അടിമയാണോ? ഇവിടെ കേരളം ചിലതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗർഭം അലസിപ്പോയി എന്ന് പറയുന്ന യുവതി അതിൻ്റെ സാമ്പിൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. തന്നെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നും യുവതി വിശദീകരിക്കുന്നു. കടുത്ത ലൈംഗിക വൈകൃത സ്വഭാവമുള്ള നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. പങ്കാളിയെ വേദനിപ്പിച്ച് ലൈംഗികാനന്ദം കണ്ടെത്തുന്ന ഒരു കൂട്ടർ. ഇണയ്ക്ക് വേദന അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇണയുടെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകുമ്പോൾ അവർ ആശ്വാസം കണ്ടെത്തുന്നു, ആനന്ദം കണ്ടെത്തുന്നു. ഇണയ്ക്ക് വേദന അനുഭവിക്കുമ്പോൾ വികാര തീവ്രത വർദ്ധിക്കുന്ന ചില വിചിത്ര സ്വഭാവത്തിനുടമകളുണ്ട്. അത്തരത്തിൽ ഒരാളാണോ രാഹുൽ മാങ്കൂട്ടം എന്ന് ചിലപ്പോൾ സംശയിച്ചു പോകും. അങ്ങനെയെങ്കിൽ അയാൾക്ക് വേണ്ടത് ഒരു നിർബന്ധിത വൈദ്യ ചികിത്സയാണ്, അതിലപ്പുറം കൗൺസിലിംഗ്. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുമ്പോൾ ഇത്തരം രതി വൈകൃതമുള്ളവർ തികച്ചും ക്രൂരന്മാരായി മാറുന്നുവെന്നാണ് ക്രിമിനോളജിസ്റ്റുകൾ പറയുന്നത്. സാഡിസമുള്ള ആൾക്കാർ തികച്ചും ക്രിമിനലുകളായി മാറുന്നു. സ്ത്രീ ഒരിക്കലും തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ നിന്നുകൊടുക്കുന്നവരല്ല. ബലാത്കാരമായി അവളെ പ്രാപിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ നിലവിളിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ആദ്യ പരാതിയിലും 3ാം പരാതിയിലും ഇത്തരം തടസ്സപ്പെടുത്തലുകളില്ല. അതാണ് നമുക്ക് സംശയം ജനിക്കാനുള്ള ഒരു കാരണം. അതിശക്തമായി പുരുഷനെ തടസ്സപ്പെടുത്തുമ്പോൾ, അവനെതിരെ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും ഏതൊരു പുരുഷന്റെയും ഉദ്ധാരണം ഈ സമയത്ത് നഷ്ടപ്പെടും. അവന്റെ മനസ്സിന്റെ ശ്രദ്ധ മാറിപ്പോകും.
എന്നാൽ സാഡിസ്റ്റ് മെന്റാലിറ്റി ഉള്ളവർക്ക് ഈ സാഹചര്യത്തിൽ പോലും അവരുടെ ലൈംഗിക താല്പര്യം വർദ്ധിക്കുന്നുവെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം കേസിൽ സംഭവിച്ചത് ഇതാണോ? അതല്ല, ആരോപണങ്ങളിലും പരാതികളിലുമൊക്കെ വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ പരിശോധിക്കണം. മുട്ടിയുരുമൽ, ഒളിച്ചുനോട്ടം, പ്രദർശന താല്പര്യം തുടങ്ങി നിരവധി ലൈംഗിക വൈകൃതങ്ങളുള്ളവർ നമുക്കിടയിലുണ്ട്. അവരെയൊക്കെ സൂക്ഷ്മതയോടെ തന്നെ സമൂഹം നോക്കിക്കാണണം. എന്നാൽ അതിനേക്കാൾ അപകടകാരികളാണ് ഇത്തരം മനോവൈകൃതമുള്ള സാഡിസ്റ്റുകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാം പരാതി ഉയർത്തിയിരിക്കുന്ന സ്ത്രീയുടെ പരാതിയിന്മേൽ കൃത്യമായ പഠനം നടത്തുമ്പോഴാണ് ഇത്തരം ചില സംശയങ്ങൾ നമുക്കുള്ളിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഈ പരാതിയിൽ ചില അടിസ്ഥാന വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടാതിരിക്കാൻ കഴിയില്ല. കടുത്ത സാഡിസത്തിനുടമയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന പരാതിയിൽ വ്യക്തം. അത്തരമൊരു രതി വൈകൃതക്കാരൻ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ടും അയാൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുവെന്ന് പറയുന്നിടത്താണ് ഈ വൈരുദ്ധ്യത്തിന്റെ പൊരുൾ. ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവിൽ നിന്നുള്ള ക്രൂരതകൾ കൊണ്ടാണല്ലോ 1ാം യുവതിയും 3ാം യുവതിയും രാഹുലിലേക്ക് ആകർഷിക്കപ്പെട്ടത്. ഇനി അതല്ല, മറ്റൊരു യുവാവ് തങ്ങളുടെ മനസ്സിനെ മോഹിപ്പിച്ചു എന്നതാണെങ്കിൽ ആ യുവതികൾക്കും ചില വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. ദാമ്പത്യ ബന്ധത്തിൽ പങ്കാളികൾക്കിടയിൽ ഒരു പരസ്പര സ്നേഹവും വിശ്വാസവും ഇല്ലെങ്കിൽ 3ാമതൊരാൾ അവരുടെ ബന്ധത്തിനിടയിലേക്ക് കടന്നു വരിക സ്വാഭാവികമാണ്. ഇവിടെ യഥാർത്ഥ പ്രണയം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നു. 1ഉം 3ഉം യുവതികൾ പറയുന്നത് തങ്ങളും രാഹുൽ മാങ്കൂട്ടവുമായി യഥാർത്ഥ പ്രണയത്തിൽ അകപ്പെട്ടിരുന്നുവെന്നാണ്. അധികാരസ്ഥാനത്തിരിക്കുന്നവരോട് പല സ്ത്രീകൾക്കും അമിതമായ താല്പര്യവും ആരാധനയുമൊക്കെ സ്വാഭാവികമാണ്. അതിന് വിവാഹ ജീവിതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പോലും എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ എന്താണ് ഇത്ര കാരണം? ഭാര്യാഭർത്തൃബന്ധത്തിൽ ലൈംഗിക ജീവിതം സംതൃപ്തിദായകമല്ല എങ്കിൽ മറ്റു ബന്ധങ്ങൾ തേടി പോകാറുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ആകർഷിക്കപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? 3 യുവതികളല്ല, മറ്റ് നിരവധി യുവതികൾ ഇത്തരത്തിൽ രാഹുലുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ആരോപണങ്ങൾ ഉയരുന്നത്. ഇതൊക്കെ സത്യമാണെങ്കിൽ എന്തിനാണ് വിവാഹിതരായ സ്ത്രീകൾ കൂട്ടത്തോടെ രാഹുലിനടുക്കലേക്ക് ചെന്നത്? വിവാഹ ജീവിതത്തിൽ ഉൾപ്പെട്ടവർ എതിർ ലിംഗത്തിലുള്ളവരുമായി കുറച്ച് സ്പേസ് പങ്കിടാൻ അവസരം ലഭിച്ചാൽ അത് വിവാഹേതര ബന്ധമായി പരിണമിക്കും എന്നാണ് പൊതുവെ വിദഗ്ധർ പറയാറുള്ളത്. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തി എന്ന വാക്കിന് വ്യക്തമായ അർത്ഥമില്ല. അവർ പുതിയ സൗഹൃദങ്ങളിലേക്കും പ്രണയങ്ങളിലേക്കും ഒരുപക്ഷെ ആകൃഷ്ടരാകും. തിരിച്ച് ഭർത്താക്കന്മാരിലും ഇതേ അപകടങ്ങൾ വ്യക്തമാണ്. ലൈംഗികദാഹം കൂടുതലുള്ള ഇണകളും പൊതുവെ മറ്റു മനുഷ്യരെ തേടി പോകാറുണ്ട്. ശാരീരിക സംതൃപ്തിയുടെ കുറവുകളാണ് മിക്കവാറും മറ്റു ബന്ധങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്തിന് ഒരു സ്ത്രീയിൽ നിന്ന് മറ്റൊരു സ്ത്രീയിലേക്ക് ഇങ്ങനെ പകർന്നാടിക്കൊണ്ടിരുന്നു? ഓരോ സ്ത്രീകളെയും വേട്ടക്കാരൻ എന്നതുപോലെ അയാൾ എന്തിന് നിരന്തരം വീഴ്ത്തിയെടുത്തു? അഥവാ തന്നിലേക്കാണ് ഇവരൊക്കെ ആകർഷിക്കപ്പെട്ടത് എങ്കിൽ കൂടി എന്തിനാണ് ഇവരിലേക്കൊക്കെ രാഹുൽ ലൈംഗിക താല്പര്യത്തോടെ കടന്നു ചെന്നത്? ദാമ്പത്യ ജീവിതത്തിൽ വൈകാരിക അടുപ്പം കുറയുമ്പോൾ മറ്റ് ബന്ധങ്ങളിലേക്ക് മനസ്സ് വ്യാപരിക്കും. ഇത്തരം സാഹചര്യങ്ങൾ മുതലെടുക്കാനുള്ള ചില തന്ത്രങ്ങളാവാം രാഹുൽ പയറ്റിയത്. എന്നാൽ വിവാഹിതരായ ഈ സ്ത്രീകളിൽ കുഞ്ഞുണ്ടായി കാണാൻ അയാൾ ആഗ്രഹിച്ച വിചിത്ര മനോഭാവം അത് തികച്ചും കൗൺസിലിംഗിന് വിധേയമാണ്. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ സത്യമായിരിക്കാം, എന്നാൽ അതിലപ്പുറം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഇപ്പോഴത്തെ വേട്ടയ്ക്ക് പിന്നിലുണ്ട്. അയാൾ എന്നേക്കുമായി തീർത്ത് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പിണ്ടം വയ്ക്കുക. തൻ്റെ വീഴ്ചകളുടെ പേരിൽ വലിയ വിലയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കൊടുക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ കിടന്ന അയാൾ പുളയുന്നു. പോലീസിന് മുന്നിൽ പലതും തുറന്നു സമ്മതിക്കുന്നു. എന്നാൽ ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ. 3 സ്ത്രീകളുടെ പരാതിയിലും അയാൾ ഒരുപോലെ തന്നെ പറയുന്നു താൻ അവരുമായി ബന്ധം പുലർത്തിയിരുന്നു, പ്രത്യേകിച്ച് ലൈംഗിക ബന്ധം. അത് പരസ്പര സമ്മതത്തോടെയാണ് എന്ന് ആദ്യ 2 പരാതികളുടെ കാര്യത്തിലും അയാൾ വ്യക്തമാക്കിയിരുന്നു. 3ാം പരാതിയിൽ അയാൾക്ക് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.